ഇത്ര പയമാരടക്കുന്നത് കാര്യം ഇവിടെ നിന്റെ മോന്റെ കാര്യം ഒന്നും പറയല്ല എന്റെ അടുത്ത്. ഹലോ മകനെ, നിന്നടുത്തൊക്കെ റൊമാൻറ്റിക് ആവണം. നിന്റെ അടുത്തൊക്കെ താടകേ അലീനല്ലേടിയത്. പക്ഷെ അലീനല്ലടാ അത്. അലീന ചന്ദ്രൻ എവിടാണ്? ബിഗ് ബോസാ? അല്ല 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 അല്ല, ഇത് ലോക്കൽ ബാൻഡ് ഒന്നും ഇടാറില്ല. ലോക്കൽ ബാൻഡ് ഇടാറില്ല. ഇങ്ങോട്ടൊന്നാണ് അലീന. ഇങ്ങോട്ടാണ്. ഇതെന്താ ഇത്ര ചെറുക്കന്മാരുടെ എന്തോ ഇവിടെ? എന്തോരോ പറയാൻ വന്ന കാര്യമായിട്ട് പോയേട്ടാ. ചന്ദ്രൻ നമ്മളെ വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ഞങ്ങളുടെ തർക്കുത്തരം പറഞ്ഞത് ഞങ്ങളുടെ കോലീഡറിനെ ഒരുമാതിരി കളിയാക്കുന്നു. ജലീന നിങ്ങൾ പോവാൻ ഇപ്പോരാ അലീന വന്നേ. എന്തോന്നാ ഇത്ര പയമാരടക്കുന്നത് കാര്യം ഇവിടെ? എന്തോന്ന് ഇവിടെ? എനിക്ക് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, മനസ്സിലായില്ലേ? എന്നെ കൂടെ നിർത്തിയിട്ട് വേറെ പെൺപിള്ളാരോട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്ന് അവരോട് സംസാരിക്കുന്നതാണ് പ്രശ്നം. ടോക്സിക്, വെരി ടോക്സിക്. ആരുടെ സംസാരിച്ചേ? ഞാനോ? എന്ത്? എന്റെ മുമ്പേ നിന്നതേ ഇപ്പൊ ആ കൊച്ചിനെ കണ്ടോ? ആ സിംഗിളാ. സിംഗിൾ ആണെങ്കിൽ അല്ല, സിംഗിൾ ആണെങ്കിൽ ഞാൻ എന്താ വേണം? അല്ല, സിംഗിൾ ആണെങ്കിൽ ഞാൻ എന്താ വേണം? ഹായ്, നല്ല സൗണ്ട് അല്ലേ ചന്ദ്ര? ഹലോ ഹലോ, പേരെന്താ മോളെ? എന്റെ പേര് ചന്ദ്രൻ. എന്തിനാ സംസാരിച്ചേ? ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്തിനാ ആ കുട്ടിയോട് സംസാരിച്ചേ? എനിക്കറിഞ്ഞൂടാ എന്തിനാ സംസാരിച്ചേ? എനിക്കറിഞ്ഞൂടാത്ത കൊച്ചിനോട് എന്തിനാ സംസാരിച്ചേ? ഞാൻ സ്നൈപ്പിന്റെ ഗേൾഫ്രണ്ട് ആയത് അറിയോ? എനിക്കറിയാം. എന്റെ അനിയത്തിയെ പോലെ എനിക്ക്. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതാണ് കുഴപ്പം. ഞാനേ മാറ്റി മാന്യോടെ സംസാരിച്ചേ. നിന്നെ പോലെ കച്ചറ പെമ്പിളെ പറയില്ല. ഇതെന്തിന് എന്നെ നാളെ കിടത്തവരുണ്ട്. എനിക്കൊന്നും ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തി സംസാരിക്കുന്നത് മാന്യത, കൂട്ടത്തോടെ എല്ലാരോടും സംസാരിക്കുന്നത് ശരിയല്ല. സൂപ്പർ ബ്രോ, സൂപ്പർ. എന്റെ മോന് അറിഞ്ഞോണ്ടല്ലോ. മോനറിഞ്ഞു കഴിഞ്ഞാൽ അവനെ അടിച്ച് അവന്റെ രണ്ട് കാലിനെ ഒടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടിരുത്തി. അവിടെ നിന്റെ മോന്റെ കാര്യം ഒന്നും പറയല്ല എന്റെ അടുത്ത്. അതെ, അവൻ ഇപ്പൊ നല്ല കൊച്ച. എന്താ? ഹലോ, പറഞ്ഞോ. അതെ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഒന്നോ രണ്ടോ ചോദിലേ. നിങ്ങൾ ഇന്ന് എത്ര പേരുണ്ടാവും? നമ്മൾ ഇന്ന് ഇത്ര പേരാ. മീറ്റ് ചെയ്യാൻ ഇതാണോ ബ്രോ? ഗ്യാങ് ആണോ? ഗ്യാങ് ആകുമ്പോ നിൽക്കണോ ബ്രോ? ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ബ്രോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഗ്യാങ്ങുമായി സിറ്റിയിൽ കിടന്ന് അടിയും വെച്ച് സമാധാനവും പോയി ഉള്ള ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. നിങ്ങൾ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് അങ്ങ് ജീവിക്കുക. അടിയും സന്തോഷം. ബ്രോ എല്ലാരും തന്നെ ബ്രോ തുടക്കത്തിൽ പറയണേ. അവസാനം ഇപ്പൊ ഞാൻ പറയട്ടെ, നീ ആദ്യം കൈവയ്ക്കണ എന്നെ ആയിരിക്കും ചിലപ്പോ ഗ്യാങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചിരിക്കുക. സംസാരം ശരിയല്ലെങ്കിൽ കൈവയ്ക്കേണ്ടി വരും. വേറെ ഏതെങ്കിലും സിറ്റിയിൽ എന്നെ അറിയാവോ നിനക്ക്? എന്തോ കേട്ടില്ല. വേറെ ഏതെങ്കിലും സിറ്റിയില്? ഞാനോ? കാരണം ഇതേ ഡ്രസ്സുള്ള ഇട്ടിട്ടുള്ള കുറച്ച് പയ്യന്മാർ എന്നെ ഒരു സിറ്റി വെച്ച് വളഞ്ഞായിരുന്നേ. എന്നെ കൈവയ്ക്കുന്ന സാഹചര്യം എത്തിയപ്പോഴത്തേക്കും ഞാൻ എസ്കേപ്പ് ആയി അവിടെ നിന്ന്. എന്തായാലും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാർ കുറവായിരിക്കും. ഇന്ന് പറയണ്ട, നാളെ ഓക്കെയാണ്. നാളെ നമ്പർ എന്തോ പിന്നെന്ത്? ഹലോ മകനെ. മകനാ? Me and your papa waiting. മകനാ? Yes, സൂര്യ ബോസ്. ആ വന്നാ? വാ. യുകെ ടോമേ. ചന്ദ്ര എടാ നീയാ?
നീ എപ്പോ ഒന്ന് ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങനെ നടക്കുക. അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ഉണ്ട് കൊള്ളാല മുണ്ടൊക്കെ കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങി അങ്ങ്. അതെന്താ പറയട്ടെ, ഇത് മറ്റേ വിഷൂര് കൊടുത്ത ഉണ്ടായിരുന്നു ഈ ഇടയിലേ. മിയ അറിയോ? മിയ ഇല്ല ഇല്ല ഇല്ല. അവളുടെ കൂടെ പോയതാണ്. അവളാണെങ്കിൽ ഒരു ബാറ്റ് എടുത്തിട്ട് മറ്റേ ATM അടിച്ച്. കൊള്ളാം കൊള്ളാം. തെറ്റാണ്. കുറച്ചൊരു പീടി വന്നേ. അപ്പൊ മുമ്പത്തെ ഡ്രസ് ഇട്ടു വണ്ടി എടുത്ത് ഓടിക്കാൻ. എടാ ഈ ബോട്ട് കരയിൽ ഓട്ടിക്കുള്ള സാധനമാണോ? ചോദിക്കട്ടെ അവനടുത്ത്. ഹലോ 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 ബ്രോ, ഇതെന്താ കരയിലൊക്കെ പാർക്ക് ചെയ്യണേ? ഇവിടെ പോലീസ് ഇവിടെ പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താണ് ഇത്? ഇങ്ങനെയൊക്കെയാണ് സിറ്റിയിലെ പൗരനാണ് ഞാൻ. എനിക്ക് ചോദിക്കേണ്ട അവകാശമുണ്ട്. ഇത് ഇതെന്താ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണ്ട? ഇതിപ്പോ ഞാനവിടെ നിന്നിരുന്നെങ്കിൽ എന്റെ മേത്തോട്ടിൽ കയറത്തുള്ളൂ ഈ വണ്ടി. എന്താ ഇത് കടലിലോടുന്ന ഒരു വണ്ടിയല്ലേ ഇത്? നിങ്ങൾ അധിക്ഷേപിക്കാണോ ഈ വണ്ടീനെ ഇങ്ങനെ? ഇല്ല കുഴപ്പമില്ല, അർഹതപ്പെട്ടത് തന്നെയാണ്. ശരി. ഇനി ആവർത്തിക്കല്ലേ, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനിവിടെ നാടകം നാളെ അല്ലെങ്കിൽ മറ്റന്നാ കൺഫേമാ. ഓക്കെ ഓക്കെ. ഹലോ സെക്കൻഡ്. പൗരന്റെ പേര് ഇതൊക്കെ എന്തിനാണ് ചക്കര കുട്ട. ഹലോ 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 മച്ചാനെ ഹലോ 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 ബ്രോ, ഒരു കാര്യം. നമ്മള് മീറ്റിങ്ങിന് ഒരു ചെറിയൊരു ഇതുണ്ടേ, ചെറിയൊരു ഫീ പോലെ. അല്ലല്ല അല്ല മീൻസ് അങ്ങനല്ല. ഇപ്പം പുതിയൊരു ഇതാണ്. അതായത് നമ്മള് ഫാമിലീസ് വരുമ്പോഴത്തേക്കും അവരെ കയ്യിൽ നിന്നൊരു ഫീ അല്ല, ഒരു എമൗണ്ട്. അതായത് നിങ്ങൾ ഈ വരുന്നതിനൊക്കെ നമുക്ക് കുറച്ച് കോസ്റ്റ് ഇടാം. നിങ്ങൾ വരുമ്പോഴത്തേക്കും സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 CR. 10 CR. എന്താ നിങ്ങൾക്കുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യാം നിങ്ങളുടെ. ഏതാ? ഇല്ല ഇപ്പൊ നിങ്ങളിപ്പോ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾക്ക് കുറെ മീറ്റിംഗ്സ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഞങ്ങൾ എല്ലാവരും നിക്കണ്ടേ? അപ്പൊ അതിനൊരു 10 CR നിങ്ങൾ ബുക്കിംഗ് രജിസ്ട്രേഷൻ. കേട്ടില്ല. അല്ല ബ്രോ, ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് വാറ്, ബിസിനസ്, അതുപോലെ തന്നെ കുറെ ഫാമിലി ആയിട്ടുള്ള മീറ്റിംഗ്സ്, ഇതെല്ലാം ഉള്ള ഒരു ഗ്യാങ് ആണ്. നിങ്ങൾ അറിയാലോ അത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം അസൈൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച്. അപ്പൊ ഞാൻ വിട്ടുപോയി നേരത്തെ. അപ്പൊ നിങ്ങളെ നാളെ ഫാമിലീസ് മീറ്റ് വരുമ്പോൾ നിങ്ങൾ തിരക്കാണെങ്കിലേ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പൊ ഇതൊരു പുതിയൊരു ഇതാണ്. നമ്മളങ്ങനെ ഇന്നോട്ട് ചെയ്യണമെന്നുണ്ട് അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഇപ്പൊ പാസ്വേഡും പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അത് കാശ് കളക്ട് ചെയ്യണമെന്നുള്ള രീതി പറഞ്ഞായിരുന്നു. കാശൊന്നും അയച്ചിട്ടുണ്ടെങ്കിൽ 47 കാശ് ഇടാവും. എന്ത് വാസോണ്ട് എങ്ങനെ പറയും? ഞാനാണ് ഡീൽ ചെയ്യണേ, ഞാനാണ് കോൾ ലീഡർ. അപ്പൊ നാളെ മീറ്റിംഗ് വേണ്ടേ? മീറ്റിംഗ് വേണ്ട, കുഴപ്പമില്ല. ഞാനൊന്ന് ക്യാൻസൽ ചെയ്തോളാം. നിങ്ങളിത് ഞങ്ങൾ എന്റെ PA വരുന്നുണ്ട്, പുള്ളി അടുത്ത് ചോദിക്കണമെന്ന്. ഹലോ അളിയ. അളിയ, നമ്മളെ ഗ്യാങ് ഹൗസിലെ വേറെ ഗ്യാങ്സ് ആവാൻ പോണ ആൾക്കാർ മീറ്റ് ചെയ്യാൻ വരൂലേ? മീറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 10 CR എന്നുള്ള രീതിയിൽ ഇപ്പൊ വാസന മേടിക്കാൻ പറ്റില്ലേ? പിന്നല്ലേ 10 CR ഇല്ലല്ലോ, 15 അല്ലേ? 50 CR അല്ലേ? ഇല്ലല്ലടാ, അത് 10 CR എന്നുള്ള രീതിയിലാക്കാൻ. ഇവര് പുതിയ ഇവർക്ക് നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ഇവരാണോ? ചന്ദ്ര, നമുക്ക് അതിന് ഷെഡ്യൂൾ ഇല്ലല്ലോ, നമുക്ക് ഫുൾ ബിസി ആണല്ലോ, നമുക്ക് വാറ് കാര്യങ്ങള്. ഇല്ലടാ, ഇവർക്ക് വേണ്ടിട്ട് ഗ്യാങ് നിൽക്കുക. അപ്പൊ ഇവർക്ക് ഇങ്ങനെ പോലെ ഒരു മീറ്റിംഗ് അറേഞ്ച് കൊടുക്കണം. പക്ഷെ അതിനനുസരിച്ച് ഞാൻ പറയണെങ്കിൽ വാസോണിന് ഒരു 15 കോടി കൊടുത്തു ചിലപ്പോ ടൈം കിട്ടുമായിരിക്കും അല്ലേ? ഇല്ലടാ, 10 മതി ബ്രോ. 10 മതി. ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടായോണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഒരു 10 ഇട്ടോ കുഴപ്പമില്ല. 10 അല്ലടാ,
ആ 10 10. കുറവാണ് എന്നാലും കുഴപ്പമില്ല നമ്മള് 4747. അറേഞ്ച് ചെയ്തിട്ട് എന്നാ വിളിക്കാം. ആ ഓക്കെ പെട്ടെന്ന് ബ്രോ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും വേറെ ഗ്യാങ് വരും. ഇപ്പോ നിങ്ങളുടെ ഇത് പോകട്ടോ. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല നമുക്ക് പൈസ. ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടൈം ഇല്ല, നമുക്ക് ഭയങ്കര ബിസിയുള്ള ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായ ആൾക്കാരാണ് നിങ്ങളിൽ ബാക്കപ്പ് കുറവാണ്. സോ നിങ്ങളിപ്പം നിങ്ങളുടെ ഗ്യാങ് ആകുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ കാശ് വേണം. നിങ്ങളുടെ കയ്യിൽ കാശ് ഇപ്പൊ ഇല്ലെന്ന് പറയുന്നത് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ സിറ്റിയിൽ ആക്റ്റീവ് അല്ല. സോ നിങ്ങൾ സിറ്റിയിൽ ആക്റ്റീവ് അല്ല, എങ്ങനെയാണ് നിങ്ങൾ സിറ്റിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്റെ കയ്യിലില്ല. നിങ്ങൾ ഗ്യാങ് ഡിസേർവ് അല്ല. 10 കോടി ഇല്ല നിങ്ങളുടെ കയ്യില്. മോശമാണ്. ഷെറാറിന്റെ കയ്യിലുണ്ട് ഫണ്ട്. ബ്രോ ഞാൻ പറയട്ടെ, ഇതിപ്പോ കാശ് എറിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ സിറ്റിയിൽ. ഈ സിറ്റിയിൽ എന്ത് ചെയ്യാനും കാശ് എറിയണം, അറിയാലോ. അപ്പൊ ഞാൻ ട്രഷററല്ല, ട്രഷറിന്റെ കയ്യിലാണ് മൊത്തം. ആ നമ്പർ എന്തെങ്കിലും ഞാൻ വിളിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്ക്, എന്തായാലും നോക്ക്, വിളിക്കാം. ഒന്ന് നോക്കിട്ട് പറ. അല്ലെങ്കിൽ നമ്പർ കൊടുത്തേക്കാം. ഞങ്ങൾ എന്നാലും കറക്റ്റ് അവൈലബിലിറ്റി പറയത്തുള്ളേ. അപ്പൊ ഒന്ന് നോക്കിട്ട് പറയണേ. ആ ഓക്കെ വാ. ഇന്ന് തന്നെ പറയണേ. നമ്പർ വാങ്ങി നീ നമ്പറൊക്കെ വാങ്ങി വാ. ഷെഡ്യൂൾ ഫുള്ള് തെറ്റും. അതാ നമ്പർ വാങ്ങിച്ചാ പരിപാടി. വിളിച്ചാ എന്നെ വിളിച്ചാ മതിയേ. ഹലോ പരിപാടി അണ്ണാ. പരിപാടി നിന്നോട് എങ്ങനെ നിൽക്കുന്നത്? നിങ്ങളിവിടെ എന്താ പരിപാടി? നീ ബസ്സിൽ പാട്ട് വെച്ചേ? ഏത് ബസ്സില്? ഇവല്ലേ നമ്മുടെ നമുക്കേ ഒരു സ്റ്റാറ്റസ് ഒക്കെ പോയി. ഓക്കെ ഞാൻ അങ്ങോട്ട് പോയിട്ടെ. ആ നീ വന്നേ. മാമന നീ സൂര്യ നീ എവിടെയായിരുന്നടാ? അച്ഛൻ ചോദിക്കണ്ട ആൻസർ വിടടാ. എടാ നീ എവിടെയായിരുന്നു? ചോക്ലേറ്റ് തന്നെ വാങ്ങിക്കാൻ പോയി ഡൗട്ട് ഉണ്ട്. പിടിക്ക മട്ടേനെ നീ എന്നാ പണ്ണുവേ? എന്നാ ചോക്ലേറ്റ് വാങ്ങിച്ച സൂര്യ? പിള്ളേര് ഒന്നും കഴിക്കാൻ പാടില്ല. ഷുഗർ വരും നിനക്കൊക്കെ. അല്ലെ കൊച്ചിനൊന്നും ഉപദേശിക്കട്ടെ അളിയാ ചന്ദ്ര. അളിയനെ ഉപദേശിക്കുന്നില്ല. അലീന അതെ സോറി വന്നേ. ഇവന്റെ അഡ്മിഷന് ഇവന് സ്കൂൾ മാറ്റുക. ഇവന്റെ ബിഹേവിയർ കുറച്ച് മാറ്റാം. സ്കൂൾ ഇവിടെ അടുത്ത് സൂരജ് LP സ്കൂൾ. സൂരജ് LP സ്കൂൾ ഇവിടെ ഉടനെ വരും. സൂരജ് ഓർഫണേജ് ആൻഡ് LP സ്കൂൾ ഇവിടെ ഗ്രാബ് സീഡിന്റെ അവിടെ. അപ്പൊ കൊച്ചു പിള്ളേർക്ക് നമ്മൾ നല്ല രീതിയിൽ പഠിത്തം അല്ലെങ്കിൽ നമ്മള് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം പിള്ളേർക്ക്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മുതുക്കന്മാരെല്ലാം പിടിച്ച സ്കൂളിലാക്കി പഠിപ്പിക്കും. 10-15 കോടി അവന് ആവശ്യമുണ്ട്. ഉച്ചക്ക് അവൻ എന്ത് കൊടുത്തവന് എല്ലാം കൂടി ചന്ദ്ര എല്ലാം കൂടി ഒരു കത്തിയാണ് ഇപ്പൊ വന്നത്. ചക്കക്കുരു എന്നിട്ട് വിട്ടോണ്ട് നടക്കുക. അലീന ഒരു 10-15 30 CR 15 15 നീടണം ഒരിക്കല് നോക്കുമ്പോ സമയത്ത്. വേണ്ട ആവശ്യത്തിന് ഞാൻ അവനെ പഠിപ്പിക്കുന്നുണ്ട്, അത് മതി. അല്ല എന്താ പഠിപ്പിക്കുന്നത്? സൂര്യൻ നിനക്ക് എന്താ വിട്ടിലുണ്ടായവനെ അവൻ തിരിച്ചറിയാൻ സൂര്യ ആരടാ ഇത്? വ്യഞ്ജനാക്ഷരങ്ങളൊന്ന് പറഞ്ഞേ. ചന്ദ്രന്റെ മോൻ നിൽക്കുന്നുണ്ട്. പറ വ്യഞ്ജനാക്ഷരങ്ങളൊന്ന് പറഞ്ഞേ കേക്കട്ടെ. എന്റെ മോനെ ഞാൻ നല്ലൊരു അന്തരീക്ഷത്തിൽ വളരെ ബാഡ് വേർഡ്സ് പ്ലീസ് നീ എന്റെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞില്ല. ഞാൻ നല്ലൊരു അന്തരീക്ഷത്തിൽ എനിക്ക് പഠിപ്പിക്കണം.
കൊച്ചിനെ പഠിപ്പിക്കാൻ ഡേ. സമ്മതിക്കൂല. ഡേ ഡേ പഠിക്കാൻ പോണായിരുന്നു മനസ്സിലായോ? ഡേ ഞാൻ കഞ്ചാവ് കുടിച്ച് ചന്ദ്ര, ദാ അളിയ ഇങ്ങനെ ഒരു ചന്ദ്ര admission അതിന്റെ ഉണ്ട്. മൈക്ക് ഭയങ്കരമായിട്ട് ഒച്ച വരുന്നു. എടേ സൂര്യ, എടാ, അതിനൊരു ഭയങ്കര ഒച്ച. solution ഉണ്ട്. അതിനൊരു ഓ അതെന്താ മാറിക്കിടക്കോടെ എനിക്ക് എടാ, വാ അടച്ചു ആ, പോയി. ആ. ഇല്ലാളി ഒരു കിടില ഓപ്ഷൻ ഉണ്ട്. നീ എന്താ? എന്താ? നിന്റെ ഇത് മാറി കിടക്ക F8 അടി. F8 അടിക്കാനാ? ആ ഒന്ന് മാറിക്കിടക്ക. ആള് കേറാൻ പറ്റില്ല ഇനി അടിച്ചു കഴിഞ്ഞാട്ടാ. എടാ F8 ഓ, ലോഞ്ച് ആ F8 ആണോ ഉദ്ദേശം? ഓക്കെ, 8 ലോഞ്ച്. ആ അതില് Launch. SP ആട്ടാ SP. SP ഉണ്ട്. ആ അതിൽ സ്റ്റോറി മോഡ് വെക്ക്. ആ ഊമ്പിക്കോട്ടാ. ഞാൻ ഇതൊക്കെ പണ്ടേ വിട്ടതാ. ആ, അളിയ ഇതൊക്കെ 5 വർഷം മുന്നേ നമ്മള് വിട്ടതാ. വിട്ടുപിടി. ചന്ദ്രൻ നീ മണ്ടനാന്ന് എന്തൊരു പറയാ. എന്തിനാ ഈ സിസ്റ്റം കൊണ്ട് വെച്ചേക്കണേ? ഈ വണ്ടി തുറക്കണ്ടേ? ഭയങ്കര ഒച്ചയുള്ള എന്റെ ഒച്ചങ്ങനെ കുറക്കും. ഇപ്പൊ കുറഞ്ഞ ഒച്ച? ഇപ്പൊ എന്നെ ഒച്ച കുറഞ്ഞ? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നീഡറാണോ സിറ്റിയില്? ചന്ദ്രൻ 30 കോടി വന്ന ചന്ദ്ര. അളിയാ ഞാൻ ഇതുപോലത്തെ റൊമാൻറ്റിക് ലൈഫാണ് ആഗ്രഹിക്കുന്നത്. ചന്ദ്രൻ, ഞാൻ ഇവിടെ ലൈഫ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചന്ദ്ര. അലീനേട്ടൻ റൊമാൻറ്റിക് ആയാലേ? അളിയ അത് പറ്റില്ല അളിയെ കൊണ്ട്. എടാ കാണുന്നില്ലടാ. ഹലോ 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 എനിക്കൊരു കാര്യം പറയണ്ട്. പറ. സൂര്യങ്ക പാടാ അപ്പൊ ചോദിക്കാം. വാ. പറ ലീന, എന്താ നീകനും വാ. നീക്കെവിടെ? ഓ, ബാക്കില്. അളിയ വാളിയാ വാ. ഓ ഇല്ല അളി നിങ്ങള് ഇല്ല ഞാൻ ഇല്ലല്ലേ നിങ്ങള്. എടാ, ആ കാര്യല്ല, എനിക്ക് നിങ്ങളെ കാര്യം സംസാരിക്കാനുള്ള. ഇല്ലില്ല നിങ്ങളായിക്ക് പറ ലീന, പറഞ്ഞോ. എനിക്കൊരു സംശയം. എന്താണ്? അച്ഛനും നീകൻ മാമനും ജോക്കി താത്തയും ജോണി മാമനും പോലെയാണോന്ന്? ഇവിടെ കഴിവറ മോളെ നിന്റെ അടുത്തൊക്കെ റൊമാൻറ്റിക് ആവണം. നിന്റെ അടുത്തൊക്കെ താടകേ. അലീന ഇവളുടെ അടുത്തൊക്കെ റൊമാൻറ്റിക് അല്ല. ഇവിടത്തൊക്കെ ഞാൻ തലതെറിച്ച ചെക്കനുണ്ടല്ല ചന്ദ്ര. ഇടപെടണം നമ്മള്. ഇടപെടണ ഞാൻ ഇടപെടട്ടെ. പ്രശ്നം തീർക്കട്ടെ. എടാ നീ ഇത് പ്രശ്നം തീർക്കാൻ നീ ആ ചത്തിറക്കണമെന്ന് കാരണം അറിയാവോ? അറിയാം എന്താ നമ്മളീ നാട്ടിലൊക്കെ ഉള്ളതാണ് ചന്ദ്ര. മനസ്സിലേ? ഞാൻ കൈകെട്ടി മാറിയിരിക്കേ. നീ ഗ്യാങ്ങിലില്ലല്ലോ, ഒന്ന് ഇടപെട്ടോ. കൊണ്ടുപോവേ. പോടെ പിള്ളേരെ പോടെ. എന്തൊരു പ്രശ്നം ഇവിടെ എന്തൊരു ചന്ദ്ര എന്താ പിള്ളേരൊക്കെ എന്ത് പറയും? ഒരു പള്ളിയായി മാറല സീനാണല്ലോ. ഇങ്ങോട്ട് വന്നേ. ചന്ദ്ര പരാതി ഉണ്ടേ. അളിയ എടാ 50 ഓർമ്മ മനസ്സായല്ലോടാ. ഓർമ്മയില്ലടാ. ചന്ദ്ര ഒരു പ്രശ്നമുണ്ട്. ചന്ദ്രന്റെ മോൻ വെറുതെ നിക്കുമ്പോ തല്ലുന്നു, ഇടിക്കുന്നു, ബാറ്റിനടിക്കുന്നു, നിർത്താൻ പറഞ്ഞത്. എടാ അവൻ കൊച്ചല്ലടാ. എനിക്ക് കൊച്ചു പിള്ളേരായിട്ട് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കി. സൂര്യടെ എന്തിനത്? ഏത് ചെയ്തില്ലേ ഇന്ന്?
ചന്ദ്ര അവനെ ഞാൻ എത്ര വയസ്സിന് പൂത്ത ഞാൻ അങ്ങനെ ഈ കൊച്ചു പിള്ളേരായിട്ട് കളിക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ ഈ ബാറ്റൊക്കെ ഉണ്ട്. അയ്യോ ചുമ്മാ ചന്ദ്ര എന്റെ വായിൽ അന്ത വാതിൽ പേച്ച വരാത്. സൂര്യ അവൻ ആവശ്യമില്ലാണ്ട് ബാറ്റ് വെച്ച് അടിക്കാനോ ഇടിക്കാനോ പോലെ വല്ലാതെ ഉണ്ടെങ്കിൽ തോക്കെടുത്ത് വെച്ച് ഒറ്റവെട്ടിലൊക്കെ തീര്. എന്തിനാ ഇതിന്റെ ആവശ്യം? ചുമ്മാ അല്ല മോൻ പഠിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. സൂര്യൻ ഇന്നലെ ഒരുത്തം തൊട്ടു. ആര് ആറാ അമ്പത്തൂരെ ആരുടെ സൂര്യ തൊട്ട തന്നെ? ചന്ദ്ര തൊട്ടത് നമ്മുടെ പയ്യനാ. പേരില്ല നമ്മുടെ പയ്യൻ. പക്ഷെ അല്ലല്ല പയ്യൻ പെട്ടുപോയതാ. പയ്യൻ ചന്ദ്രന്റെ മോനെ അറിഞ്ഞൂടാ. അത് അറിഞ്ഞോണ്ടാ കൊണ്ടുപോയത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പയ്യനെ അങ്ങനെയൊക്കെ പറഞ്ഞ വിളിയവനെ ചന്ദ്ര കാര്യം തീർന്ന്. പയ്യനില്ലേ പയ്യനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവൻ തന്നെ തല്ലിക്കൊന്നു. അയ്യോ പോരെ ഇന്നലെ പോരെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവൻ തന്നെ കൊന്നാ. ഇല്ല ഇവൻ കൊന്ന് പാരമ്പര്യം കാത്തു സൂര്യ. അലീനെ എന്നിട്ട് അവനെ കൊല്ലാൻ നേരത്തെ അലീനെ ജുഗുറുവിനെ അടിക്കാൻ നോക്കി. അവനെ വീഴ്ത്ത്. അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ സിറ്റിയിലുണ്ട്. അവനെ വിളി അലീനെ തീർന്ന അവസ്ഥ. അലീനെ പ്ലീസ് കത്തിച്ചതാ ചന്ദ്ര അവനെ കത്തിച്ചതാ. ഞാൻ ഇവിടെ ഉള്ളപ്പോ സംസാരിക്കണ ചന്ദ്ര അത് കത്തിച്ചവള് ചോദിച്ച് എനിക്കെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. നമ്മളെ കൊച്ചിനാണ് എന്റെ മോൻ അല്ലെ നമ്മുടെ മോനല്ലേ അളിയന്റെ അളിയ ഈ അമ്പത്തൂരിന്റെ തല ഇവന്റെ തല ശ്രദ്ധിച്ചാണ്. അളിയ ഇവൻ തമിഴ് അവനും തമിഴ്. അവന് വിഷമോ അവന് വിഷമോ? എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇല്ലേ പക്ഷെ അളിയന്റെ സ്വഭാവമാണ് അവന് കിട്ടിയേക്കുന്നത്. അത് എനിക്ക് ചെറിയ സംശയമുണ്ട് അളിയന്റെ മോനാണെന്ന്. ഇല്ല പറ്റില്ലല്ലേ? അന്ന് മാറില് മറ്റേ അവന്റെ വലത്തെ ബോളല്ലേ പോയത്? വള്ളിയിലുണ്ടാ? ഓക്കെ ചന്ദ്ര ഇന്നലെ തന്നെ അടിച്ചിട്ട് കത്തിച്ചിട്ട് ആരായിരുന്നു? എടാ കഴിഞ്ഞ ദിവസം ആരോടാ ഗ്യാങ് എടാ ജുഗുറു സോറി ഏട്ടാ ഞാൻ ഇന്നലെ എന്തോ അലീന ഗ്യാങ്ങിനോടൊക്കെ സംസാരിക്കാൻ നോക്കിക്കൊണ്ടാണ് സംസാരിക്കാൻ. ഗ്യാങ്ങിലുണ്ടോ അതിന്? എന്ത് തെളിവ്? ഇപ്പൊ കാണിച്ചേ വെയിറ്റ് അളിയാ എന്താ എനിക്ക് പറ്റില്ല തെളിവ് കാണിക്കണം. വാ കാണിക്കാം. നീ വന്ന് വണ്ടി ആവശ്യമുള്ള അല്ല അലിയനക്ക് എന്താ കണ്ട തെളിവല്ലാണ്ട് അളിയൻ കാണിച്ചു തരും. അളിയന്റെ ഡ്രസ് അളിയാ ഞാൻ ഡ്രസ് പറയാം. ടി വി നീകൻ അറിയാന്ന് ചോദിച്ചു. ഇങ്ങോട്ട് അവ ആ റെഡ് പൈന ചന്ദ്രൻ ഡ്രസ്സൊക്കെ മാറി. റെഡ് പൈന പിടിച്ചു. ഹലോ റെഡ് ബോയ്. ഹലോ റെഡ് ബോയ്. ഹലോ ബോയ്. ഹലോ ബ്രോ. ഹലോ ബ്രോ. ഹലോ ബ്രോ ടിവി നീകൻ അറിയോ? ഇല്ല ഞാനാ ടി വി നീകൻ. നീ അറിഞ്ഞില്ലെങ്കിൽ ഇനി നീ എന്നെ എവിടെ വെച്ച് കണ്ടാലും മറക്കല്ലേ? മനസ്സിലായോ? പല്ല് ഞാൻ ഇവിടെ നിലച്ചടിച്ചിരുന്ന ഞാൻ പോണേ. ജുഗുർ കുരിഞ്ഞുണ്ടായിരുന്നു. അവ അടിച്ചപ്പോഴത്തേക്കും ടൈമിങ് ആയിരുന്നത്. ജുഗുറിന്റെ തലയ്ക്ക് മുകളിൽ ഒരു തടി പോകുന്നു. അറിയില്ല സൂക്ഷിച്ചു നോക്കിയാ. ഹലോ മച്ചാൻ ഇറങ്ങിയാണ്. ഇത് നമ്മളെ ഇല്ല വാളി. ഹലോ കണ്ണില്ല എനക്കൊന്നും. ഹലോ മച്ചാനെ ടി വി നീകൻ അറിയോ? ടി വി നീകനെ ഇല്ല. അവ കേട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താ കേട്ടുള്ളൂന്ന് പറയാവോ? എന്നെ അങ്ങ് അപമാനിച്ച ഞാൻ എന്തിനാ സിറ്റിയില് നീ ഉണ്ടാക്കിയ നല്ല പേരാണ്. സിറ്റിയില്
ആ മായയുടെ കാശ് അളിയനല്ലേ കൊടുത്തേ? ആ സിറ്റിയില് നീ ഉണ്ടാക്കിയ നല്ല പേരാ ഇത്. നീ ഉണ്ടാക്കിയ നല്ല പേരിനെ കേൾക്കുന്നേ. സമയത്താണ് ഇവനോടൊക്കെ പൈസ വാങ്ങിക്കാൻ. നാണക്കേടല്ലേ ഇതൊക്കെ എനിക്ക്. ഇതിനോട് ഹലോ മോളെ. ചന്ദ്ര ഇത് വേണ്ടല്ലോ ഇനി ചോദിക്കണ്ടല്ലോ ഇനി എന്തിനാ വെറുതെ